ഒരു 1.5 ആഴ്ചകൾക്ക് ശേഷമാണ് ഇന്ന് കുഞ്ഞിപ്പണ്ട് ക്ലാസ്സിൽ പോണേ. കഴിഞ്ഞ ആഴ്ചയൊക്കെ കുഞ്ഞിപ്പണ്ട് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ജലദോഷം മാറാനാണ് കേട്ടോ സമയം എടുക്കുന്നത്. പെട്ടെന്ന് അങ്ങ് മാറത്തില്ലല്ലോ, പതുക്കെയല്ലേ ഓരോള്ളൂ. കൊണ്ടുവിട്ടിട്ട് ഞാൻ കയറി വന്നൊരു അപ്പം കൂടെ ചുട്ടു. ഞാൻ ആവശ്യത്തിനുള്ള അപ്പം ചുട്ടെടുക്കുക, കാരണം തണുത്ത് പോയി കഴിഞ്ഞാൽ എനിക്കത്ര ഇഷ്ടമില്ല. അപ്പോൾ ചേട്ടായിയുടെയും കുഞ്ഞിപ്പണ്ടിൻ്റെയും ഒക്കെ ബാലൻസ് ഉണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ കഴിച്ചു കേട്ടോ. ഈ കറി എന്നാന്ന് വെച്ചാൽ അനിയൻ പറയണേ കേട്ടോ, രാവിലെ ഇത് ചിക്കൻ കറി ആയിട്ട് വെക്കും, അത്താഴത്തിന് തികയാത്തപ്പോൾ കിഴങ്ങിട്ട് കിഴങ്ങറി വെക്കും, പിറ്റേ ദിവസം ബാലൻസ് ഉണ്ടെങ്കിൽ അത് പായസമാവുന്നത്. അപ്പോൾ പായസം വരെ എത്തിയിട്ടില്ല, കിഴങ്ങറിയിൽ നിന്നു. പിന്നെ ഞാൻ അരയ്ക്കാനുള്ള തേങ്ങയൊക്കെ ചിരണ്ടി അരച്ചു, തുണി മടക്കാനുള്ള മടക്കി, ഇത്രയും വെച്ചിട്ട് ഞാൻ ഓടിപ്പോയി കുളിച്ചു. കാരണം പൊന്നിസ് എപ്പോഴാണ് വന്നതെന്ന് അറിയില്ലല്ലോ. പിന്നെ ഞങ്ങൾക്ക് 3 എണ്ണത്തിലും തൊണ്ടവേദനയായ കാരണം കഴിഞ്ഞ ഇഞ്ചി മിഠായി മേടിച്ചായിരുന്നു. അത് മേടിച്ചിട്ട് അതിന് മണം മാത്രമേ ഉള്ളൂ, ഗുണമില്ല. ഒരു ജെല്ലി മിഠായി പോലെ ഇരിക്കണം. ഇത് എന്ത് ചെയ്താൽ പൊട്ടൊന്നുമില്ല. ഞാൻ തിരക്ക് പിടിച്ച് എന്ത് കാര്യം ചെയ്താലും ഇങ്ങനെയാണ്. സമയം പോയി, കൊച്ചും വരാറായി, പണിയുണ്ട്, അമ്മച്ചി വീഡിയോ കോളിലാണ്. അപ്പോൾ ഞാൻ ജെല്ല് കാണിച്ചാൽ ജെല്ലി മിഠായിയുടെ ജെല്ല് കാണിക്കാൻ വേണ്ടി എടുക്കണതാണ്. എന്ത് ചെയ്താൽ പൊട്ടുള്ളായിരുന്നു. പിന്നെ ഓടി വന്ന് ഞാനത് തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വേഗം ഞാൻ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കി. കുഞ്ഞിപ്പണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീട്രൂട്ട് പച്ചടി. പക്ഷെ സാധാരണ നമ്മൾ ഇഷ്ടമുള്ള കറിയാണെങ്കിൽ നമ്മൾ കൂടുതൽ ചോറുണ്ടല്ലേ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഇഷ്ടമുള്ള കറി ആയിക്കഴിഞ്ഞാൽ ചോറുണ്ണേ ഇല്ല, കറി മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതേ പൊന്നുനെ നോക്കി ഞാൻ പുറത്ത് പോയി നിൽക്കുകയാണ്. സാധാരണ നമ്മൾ ഉണക്കമീൻ എന്ന് പറയില്ലേ, അതുപോലെ ഇത് ഉണക്കപ്പല്ലി ഭയങ്കരമായിട്ട് ഉണങ്ങി കിടക്കുമായിരുന്നു കേട്ടോ. അതേ പൊന്നുനെ വിളിച്ചുകൊണ്ടൊന്ന് ഞങ്ങൾ കഞ്ഞൊടിച്ചു. അടിപൊളിയാണോ? ഞാൻ പറഞ്ഞ പോലെ കറി മാത്രം തിന്നിട്ട് ഏറ്റുപോയി. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഉണക്കമീൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് ഉണക്കമീൻ കിട്ടി. നമുക്ക് സാധാരണ ഉണക്കമീൻ ഒരു മണം കാണില്ലേ, ഞാൻ അങ്ങനെ ഓർത്തൊന്നും മണത്ത് നോക്കി മണം വന്നില്ല. പിന്നെ കവർ തുറന്നപ്പോഴേക്കും ഭയങ്കര ഒരു മൂത്രനാറ്റം പോലത്തെ ഒരു മണമായിരുന്നു മീൻ. പിന്നെ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് പിന്നെ അത് തേങ്ങ അരച്ച് കറി വെച്ചു. ഞാൻ കുറച്ച് ദിവസമായി ഇങ്ങനെ തേങ്ങ അരച്ച് ഉണക്കമീൻ കറി വെക്കണം നോക്കി. ഇത് തുണ്ടനോ തെരണ്ടിയോ അങ്ങനെ എന്തോ ഒരു മീനാണ്. മീൻ എന്താണല്ലോ അടിപൊളിയായിരുന്നു, കറിയും സൂപ്പറായിരുന്നു. പിന്നെ കുഞ്ഞിപ്പണ്ട് കുറച്ച് പെയിൻ്റൊക്കെ പരിക്കാത്തോട് തൂവിട്ടു. അതൊക്കെ ഒന്ന് തുടച്ചിട്ട് കുറച്ച് പണി തീർന്നപ്പോഴേക്കും ഞാൻ ഇത് കയറിയിരുന്നു കേട്ടോ.